ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു. മുനമ്പം ജനതയ്ക്ക് നീതി ഉറപ്പുവരുത്തുമെന്നും കേന്ദ്രമന്ത്രി. ലഹരിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത സുപ്രധാന യോഗങ്ങൾ നാളെ തിരുവനന്തപുരത്ത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതിരപ്പിള്ളിയിൽ വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അനധികൃതമായ ഭൂമി കയ്യേറ്റം തടയുന്നതിനുമാണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു. മുനമ്പത്തെ സാഹചര്യം രാജ്യത്ത് മറ്റൊരിടത്തും ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി മുനമ്പം ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. We are here to correct the mistakes done in the past and to provide justice to the needy people. Let me also remind that it is not only other communities, not only Christian communities, but crores and crores of Muslim women, the poor Muslims. We will assure you that whatever the Kerala people deserve, we will fulfill their rightful, whatever they deserve. We are going to provide everything whatever is possible. വഖഫ് നിയമം ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും പല മുസ്ലിം സംഘടനകളും നിയമത്തെ അനുകൂലിക്കുന്നുണ്ടെന്നും ശ്രീ റിജിജു പറഞ്ഞു. മുനമ്പത്തെ ഭൂമി പ്രശ്നം വിശദമായി പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട നിലപാടിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമെതിരെ കേന്ദ്രമന്ത്രി രൂക്ഷ വിമർശനവും ഉയർത്തി. വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിൽ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് NDA മുനമ്പത്ത് സംഘടിപ്പിക്കുന്ന നന്ദി മോദി പരിപാടിയിൽ ശ്രീ റിജിജു ഇപ്പോൾ പങ്കെടുക്കുകയാണ്. മുനമ്പം സമരപന്തലിലെത്തിയ കേന്ദ്രമന്ത്രി സമരക്കാരെ നേരിൽ കണ്ടു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർക്കൊപ്പമാണ് കേന്ദ്രമന്ത്രി മുനമ്പത്ത് എത്തിയത്. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൂടിക്കാഴ്ച നടത്തി. മുനമ്പം പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനപ്രതിനിധി സഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം പുനഃസ്ഥാപിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ആർച്ച് ബിഷപ്പ് അറിയിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ലഹരിക്കെതിരായ ക്യാമ്പയിനിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ 2 യോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരും. രാവിലെ 11:30 മതമേലധ്യക്ഷന്മാരുമായാണ് ആദ്യ യോഗം. വൈകുന്നേരം 3:30 സർവകക്ഷി യോഗവും ചേരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാകും യോഗം ചേരുക. ലഹരിക്കെതിരെ വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയാണ്. അതിരപ്പിള്ളിയിൽ വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. 5 ലക്ഷം രൂപ ഇന്ന് തന്നെ അടിയന്തരമായി കൈമാറുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. അതേസമയം മേഖലയിലെ കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച ജനകീയ കൂട്ടായ്മ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വാഴച്ചാൽ സ്വദേശികളായ അംബിക, സതീഷ് എന്നിവരാണ് ഇന്നലെ രാത്രി കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കാരണം ചെളിയിലെ അമീബയുമായി സമ്പർക്കം കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. കുളങ്ങളിലോ ജലാശയങ്ങളിലോ കുളിക്കുന്നവർ ജാഗ്രത പാലിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് 2024 38 അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളും 8 മരണവുമാണ് ഉണ്ടായത്. ഈ വർഷം ഇതിനകം 12 കേസുകളും 5 മരണവും ഉണ്ടായതായും മന്ത്രി പറഞ്ഞു. സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാതെ തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സാധാരണ രീതിയിൽ വെടിക്കെട്ട് നടത്തുന്നതിൽ പ്രയാസമില്ലെന്നും നിയമോപദേശം സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസിയായ പെസോയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്തിയ സുരക്ഷാ പരിഗണനയോടെയാകും വെടിക്കെട്ടിന് ജില്ലാ കളക്ടർ അനുമതി നൽകുക. വെടിക്കെട്ട് സാധാരണത്തെ പോലെ നടത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല. ഇത് empty ആക്കി വെക്കണം എന്ന പൊതു നിബന്ധന അവരെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയും എന്നവർ തന്നെ എഴുതി നൽകിയ സാഹചര്യത്തിൽ AGയുടെ ഉപദേശം കൂടി കേട്ടുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ പൂരത്തിന്റെ വെടിക്കെട്ടാണ്. അതിലേക്ക് ഇനിയും ആളെ കൊണ്ടുവരാനുള്ള അടുപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചുകൊണ്ട് പരമാവധി അതിനകത്തുള്ള നിബന്ധനകൾക്ക് ധാരണയായി നമുക്ക്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പൂരപ്രേമികൾക്ക് ആവേശ കാഴ്ചയൊരുക്കി കൊല്ലം പൂരം കുടമാറ്റം ആശ്രാമം മൈതാനത്ത് അല്പസമയത്തിനകം ആരംഭിക്കും. താമരക്കുളം ശ്രീ മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും മുഖാമുഖം അണിനിരന്നുള്ള പൂരം ആസ്വദിക്കാൻ ആയിരങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇരുഭാഗത്തും 11 ഗജവീരന്മാരാണ് അണിനിരക്കുന്നത്. കാഴ്ചക്കാരിൽ ആവേശമുയർത്തി തിരുമുൻപിൽ മേളവും പൂരത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മുതലപ്പുഴയിലെ പൊഴിമുഖത്തെ മണൽ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധം തുടരുന്നു. രാവിലെ CITU INTUC പ്രവർത്തകർ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. പൊഴിമുഖത്തെ മണൽ എത്രയും വേഗം നീക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. മുതലപ്പുഴയിലെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ മത്സ്യത്തൊഴിലാളികളുമായി ഉടൻ തന്നെ ചർച്ച നടത്തുമെന്നാണ് സൂചന. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ടൌൺഷിപ്പ് ഒരുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ നടത്തിവന്ന അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പിലേക്ക്. ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ തൃപ്തിയുണ്ടെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. ഈ മാസം 19-ന് ജില്ലാ കളക്ടർ പങ്കെടുക്കുന്ന ചർച്ചയോടെ പ്രശ്നപരിഹാരം ആകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. എന്നാൽ പൂർണ്ണ ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് തീരുമാനം. ടൌൺഷിപ്പ് നടപ്പിലാകുന്നതോടെ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് സർക്കാർ സംരക്ഷണം, ആനുകൂല്യങ്ങളുടെ വിതരണം, കുടിയിറക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് അഭയമൊരുക്കുക എന്നിങ്ങനെയാണ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള മാതൃകാ വീടിന്റെ നിർമ്മാണം നാളെ തുടങ്ങുമെന്ന് സ്പെഷ്യൽ ഓഫീസർ S. സുഹാസ്. റോഡും അനുബന്ധ നിർമ്മാണവും നാളെ ആരംഭിക്കും. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കളിയാട്ടങ്ങൾക്കും പെരുങ്കളിയാട്ടങ്ങൾക്കും പേരുകേട്ട നാടാണ് കണ്ണൂർ. ജില്ലയിലെ മാവിലക്കാവ് ക്ഷേത്രത്തിലെ അടിയുത്സവത്തിനും പെരുമയേറെയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ മാവിലായിലാണ് മാവിലാക്കാവ്. വിഷുവുത്സവത്തിന്റെ ഭാഗമായാണ് ഇവിടെ അടി നടക്കുന്നത്. നിലാഞ്ചിറ വയലിൽ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി വ്യാഴാഴ്ച വൈകുന്നേരമാണ് അടി. മൂത്ത കൂർവാടും ഇളയ കൂർവാടുമായി ചേരിതിരിഞ്ഞ് മറ്റുള്ളവരുടെ ചുമലിൽ കയറിയിരുന്ന് പരസ്പരം കൈകൊണ്ടടിക്കുകയാണ് അടിയുത്സവത്തിലൂടെ. അവിൽപ്പൊതിക്ക് വേണ്ടി ബാലന്മാർ കച്ചേരിയിലത്ത് വെച്ചും തുടർന്ന് മാവിലായി വയലിൽ വെച്ചും നടത്തിയ അടിയുടെ ഓർമ്മയ്ക്കായാണ് അടിയുത്സവം നടത്തുന്നത്. ഇന്ന് രാത്രി കാടാച്ചിറ കച്ചേരിക്കാവിൽ അടി നടക്കും. ഇതോടനുബന്ധിച്ച് ഇരുവിഭാഗമായി തിരിഞ്ഞ് തിക്കുന്ന ചടങ്ങും കാടാച്ചിറയിൽ ഇന്നുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന് തുടക്കമായി. കിഴക്കേക്കോട്ട കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6 മണി മുതൽ നടക്കുന്ന സംഗീതോത്സവത്തിൽ KN ശശികുമാർ, ഡോക്ടർ G. ബേബി, ഡോക്ടർ ശ്രീവത്സൻ J. മേനോൻ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. ശ്രീ സ്വാതി തിരുനാൾ സംഗീത സഭയുടെ സഹകരണത്തോടെയാണ് സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മൊഹാലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. പാലക്കാട് ഇന്നും നാളെയും താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1578 പോയിന്റ് നേട്ടത്തിൽ 76,735-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 500 പോയിന്റ് നേട്ടത്തിൽ 23,329-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 8,720 രൂപയും പവന് 69,760 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. മുനമ്പം ജനതയ്ക്ക് നീതി ഉറപ്പുവരുത്തുമെന്നും കേന്ദ്രമന്ത്രി. ലഹരിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത സുപ്രധാന യോഗങ്ങൾ നാളെ തിരുവനന്തപുരത്ത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതിരപ്പള്ളിയിൽ വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.